ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസിയ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഇൻ മൈ ലൈഫിലെ ഡേ 5 ആണ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഔട്ട്രോയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാനാണെങ്കിൽ വന്ന് കഴിച്ചിട്ട് വന്നിട്ട് വീട്ടിലൊക്കെ വിളിച്ചിട്ട് ബുക്കൊക്കെ എടുത്ത് വെച്ച് നോക്കി അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എണീറ്റ് ബുക്കൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഫ്രഷ് ആവട്ടെ, ഇരിക്കുന്നില്ല. ഇരുന്നാൽ ഇനി ഇങ്ങനെ ചളിയടിച്ച് താമസിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ റെഡി ആവട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ ഒരുങ്ങി പോയി ഫുഡ് കഴിച്ചിട്ട് വന്ന് ഞാൻ ഈ കോളേജ് ഡേ ഇൻ മൈ ലൈഫ് എടുപ്പ് ഭയങ്കര റിസ്ക് ആട്ടോ. കാരണം എനിക്കൊന്നും തേപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാനിങ്ങനെ ഭയങ്കര റിസ്ക് പെട്ടെന്നുള്ള രാവിലെ എന്തായാലും വെപ്രാളമായിരിക്കും. എത്രയൊക്കെ ഞാൻ നേരത്തെ എഴുന്നേറ്റു എന്ന് പറഞ്ഞാലും ഒരുങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തും പഠിച്ച് നിന്ന് സമയം അറ്റത്തെത്താറാകുമ്പോഴേ ഞാൻ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര നേരത്തെ എണീറ്റു എന്ന് പറഞ്ഞാലും അങ്ങനെ കേട്ടോ. പിന്നെ ഞാനങ്ങനെ നേരത്തെ എണീക്കാറില്ല, ഇരുത്തിട്ടിട്ട് ഞാൻ എണീക്കാറുള്ളൂ. എന്നാലും ഞാൻ ആവശ്യത്തിന് സമയമുണ്ട് എന്നുള്ള രീതിയിൽ എഴുന്നേറ്റാലും ചൂടെടുക്കുന്ന ഒരു മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എണീക്കും. ഞാൻ ഒരുങ്ങി നിന്ന് താമസിക്കും. അതാണ് സംഭവം. അപ്പോൾ എന്ത് പറയുക, റൂമിനൊക്കെ ഒരു മാറ്റം കണ്ടു. തുണി മാറിക്കിടക്കുന്നത് അത് ഞാൻ ഇങ്ങനെ നോക്കിയേ. പിന്നെ എന്താ, അപ്പം ഞാൻ വന്നു ചോറ് കഴിച്ച് അതൊന്നും എടുത്തില്ല. ഞാൻ എന്നും മറന്നു പോകല്ലേ രാവിലത്തെ ഫുഡ് കഴിക്കുന്നത്, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ. കാരണം ഞാൻ ഇവിടം തൊട്ട് അങ്ങോട്ടാണ് ഞാൻ ഫ്രീ. എന്നുവെച്ചാൽ കുറച്ചൊരു കാമായിട്ടിരിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റത്തില്ല അങ്ങനെ വീഡിയോ അതിന് മുമ്പെന്ന് പറയുമ്പോൾ ഭയങ്കര ജഗബുഗയായിരിക്കും അതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോയുടെ കാര്യമേ ഓർക്കത്തില്ല. കാരണം ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഞാൻ വീഡിയോ മറ്റേ ചാനലിൽ തന്നെ ഡെയിലി അങ്ങനെ എടുത്തുകൊണ്ടിരുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എന്ന് പറഞ്ഞ് നടക്കുന്ന അങ്ങനെ ഒരു ഇതില്ല കേട്ടോ. അപ്പം ഇവിടെ വന്നതിന് ശേഷം പിന്നെ കുറേ നാൾ ഞാൻ വീഡിയോ എടുക്കാതെ നടന്നു. അപ്പോൾ പിന്നെ ഇല്ല, വീഡിയോയുടെ ആ ഒരു ടച്ചേ പോയി എന്ന് പറയത്തില്ല, ആ ഒരു ടച്ചേ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നപ്പോൾ എന്താ അപ്പം അങ്ങനെ വീഡിയോ എടുക്കാണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇപ്പം തിരക്കിനിടയിൽ പിന്നെയും വീഡിയോ എന്നുള്ള കാര്യം വിട്ടുപോകട്ടെ, അതാണ് സത്യം. അപ്പം ഞാൻ ഇപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് വന്നു. ചോറും പരിപ്പ് കറിയും പിന്നെ ക്യാബേജും തോരനല്ല, തേങ്ങയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. വേറെ എന്തൊരു സംഭവമാണ്. എന്തായാലും അവർ ഉണ്ടാക്കി വെക്കാറുണ്ട്. ക്യാബേജാന്ന് മനസ്സിലായി. ക്യാബേജും പരിപ്പ് കറിയും പിന്നെ ഇവരുടെ ഡെയിലി ഉള്ള പോലെ തന്നെ ചട്നിയും തൈരുമായിരുന്നു കറി. അപ്പോൾ ചട്നിയും തൈരും ഞാൻ എടുത്തില്ല. പരിപ്പ് കറിയും ക്യാബേജ് തോരനും എടുത്ത് കഴിച്ചു. ഇവിടുത്തെ ക്യാബേജും എനിക്ക് അത്ര അങ്ങോട്ട് ഇങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. കാരണം ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എടുക്കാറുള്ളൂ. ഇന്ന് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ കാരണം ഞാൻ നേരെ കഴിക്കാൻ വന്നതുകൊണ്ട് ഞാൻ ചമ്മന്തിപ്പൊടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം കൊണ്ട് അങ്ങനെയാണ്. ഞാൻ വരുന്ന വഴിയെ കൈ കഴുകി പ്ലേറ്റും അവിടെ വെച്ചേക്കാതൊന്നും കഴുകി അങ്ങ് കഴിക്കുവാണ്. പ്ലേറ്റ് അവിടെ വെച്ചേക്കുന്ന കേട്ടോ മെയിൻ പ്രശ്നം. അങ്ങനെ ഞാൻ വരുന്ന വഴിയും കഴിക്കും. അല്ലെങ്കിൽ റൂമിൽ വന്നാൽ പിന്നെ മടിയാട്ടോ ഇറങ്ങിപ്പോകാൻ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ, കാരണം നല്ല ക്ഷീണത്തിലായിരിക്കും വരുന്നത്. പിന്നെ എനിക്കിങ്ങനെ കിടക്കുന്ന ചിന്ത മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യം വിട്ടുപോകും. അപ്പോൾ എന്താ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഇനി എന്തായാലും ഒന്ന് കിടക്കട്ടെ. എന്നത്തെയും പോലെ തന്നെ എല്ലാ ദിവസവും ഒരു റൊട്ടീൻ തന്നെയാണ്, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഞാൻ ഡ്രസ്സ് മാറുന്നത് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം ഒരുപോലെ തന്നെയാണ്. എന്തായാലും ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് കിടന്നുറങ്ങാൻ പോകും കേട്ടോ. എന്നിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരു മുട്ടൻ പണി കിട്ടി കേട്ടോ. റൂമിൽ വേറൊരാളെ കൊണ്ടുവന്നു. അപ്പം ഇവിടെ സ്ഥലം ഇല്ല. അപ്പം സംഭവം എല്ലാം ഒതുക്കുക, പിറക്കുക, എല്ലാം നമ്മളിവിടുത്തെ തട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുള്ള് വാരി വലിച്ച് മൊത്തം അലങ്കോലപ്പെടുത്തിയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം മൊത്തം ഇന്നലെ പണിയായിരുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, മൂടേ പോയി. അങ്ങനെ വന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ ഉള്ള മൂഡ് മൊത്തം പോയി.
മൊത്തം ഒതുക്കി പറക്കി സെറ്റാക്കാൻ നിന്നപ്പോഴത്തേക്കും എല്ലാം പിന്നെ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്താ പറയുക നാളെ പെയിൻ്റ് അടിക്കാൻ വരും, അതുകൊണ്ട് ലഗേജൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉള്ള മൂഡും പോയി. കാരണം ലഗേജൊക്കെ നമ്മൾ ഒരു ഹോസ്റ്റലിൽ നിന്ന് വാരിക്കെട്ടുക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉപ്പൊട്ട് കർപ്പൂരം വരെ വാരിക്കെട്ടണമെന്ന് പറഞ്ഞാൽ എല്ലാം വാരിക്കെട്ടണമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് പിറ്റേന്നാണല്ലോ, അപ്പോൾ പെയിൻ്റ് അടിക്കാൻ വന്നില്ല. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ 3 പേരും എല്ലാം സെറ്റ് ചെയ്തിട്ടാട്ടോ രാവിലെ ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് രാത്രി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. എന്നിട്ട് അവർ വന്നില്ല ഇന്ന്. അപ്പോൾ ഇനി ബാക്കി സാധനങ്ങളും കൂടെ ഇന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നാളെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ഒന്നാമത് ക്ലാസ്സിന് പോകുന്നതല്ലേ. അപ്പോൾ അവർ പറഞ്ഞു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പൊട്ടി സേഫാക്കി വെക്കുക, പെയിൻ്റ് അടിക്കാൻ ആൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിന് ശേഷം ഉറങ്ങി എണീറ്റപ്പോഴേ എന്താ പറയുക, കണ്ണ് തുറന്ന് എണീറ്റപ്പോഴേ പണി തന്നു എന്ന് പറഞ്ഞ പോലെ അപ്പോഴത്തേക്കും ഉള്ള മൂടെല്ലാം പോയി. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് കിടന്ന് എല്ലാം ഒതുക്കലും പറക്കലും ചറപറയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ അങ്ങനെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം ഇത് അത്രയും വാരി വലിച്ചൊതുക്കിയില്ലേ, പൊക്കലും വെടിക്കലും തേങ്ങയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല, മൊത്തം മടിയായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അതുപോലെ ഇന്നലെ വീഡിയോ അപ്ലോഡ് ആകാൻ ലേറ്റ് ആയതിൻ്റെ റീസണും അതാട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.